തേജുവിന്റെ സ്കൂൾ ബുക്കൊക്കെ ഇതേ കവർ ചെയ്തിട്ട് നെയിം സ്ലിപ്പ് കൊട്ടിച്ച് കുറച്ച് വർക്കൊക്കെ ഉള്ളത് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാനും തേജും കൂടി ഇരിക്കുന്നത്. ഞാനെല്ലാതും കവർ ചെയ്യും, തേജു വർക്ക് ചെയ്യാനുള്ളതൊക്കെ ഇരുന്ന് ചെയ്യാട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവനെ കവർ ചെയ്യാന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഇതേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവർ ആയിട്ട് ഇതൊക്കെ സ്കൂളിൽ തന്നെ കിട്ടണോണ്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ പിന്നെ അതൊക്കെ ഇതേ കവർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗിനേഴ്സിന് കേട്ടോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ആഗ്രഹിച്ചിരിക്കല്ല, അങ്ങോട്ട് തുടങ്ങുക, അത്രേനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് കേട്ടോ. അപ്പൊ അത് ആദ്യം ബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ മറ്റുള്ളവരുടെ സപ്പോർട്ട് കാത്തിട്ട് ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. നമ്മുടെ ഒരു കോൺഫിഡൻസിൽ തുടങ്ങുക. പിന്നെ ഒരാളെങ്കിൽ ഒരാൾ സപ്പോർട്ട് ചെയ്യാണ്ടെങ്കിൽ അത് നമുക്കൊരു ആശ്വാസം തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്കൊരൊറ്റ സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ സപ്പോർട്ട് വിൻഷേട്ടനായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് പോലും ഇല്ലാത്തവരുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യല്ലേ, അത് നമ്മൾ ഇഷ്ടത്തോടെ അങ്ങോട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ചെയ്യണ കാര്യമാകുമ്പോൾ നമുക്ക് ചെയ്യാനും കൂടി കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ തുടങ്ങുമ്പോൾ തന്നെ നല്ല റീച്ച് ആവും, സപ്പോർട്ട് കിട്ടും, ഏണിങ്സ് കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ട് തുടങ്ങരുത്. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് എല്ലാതും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ അത് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറെ പേര് ചോദിച്ചു ഡെയിലി എത്ര വീഡിയോ ഇടണമെന്ന്. ഞാൻ തുടങ്ങിയ രീതിയിലാട്ടോ ഞാൻ പറയണത്. ഞാൻ ഡെയിലി സ്റ്റാർട്ടിങ് 3 വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു. ഇപ്പോഴായാലും അതെ 2-3 വീഡിയോസ് ഒക്കെ വെച്ച് ഇടാറുണ്ട്. കാരണം എനിക്കൊരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബേഴ്സ് നല്ല വരണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ഷോർട്സ് ഇട്ടാ, ലോങ് വീഡിയോക്കാളും കൂടുതൽ ഞാൻ ഷോർട്സ് ആണ് കുറച്ച് ക്ലാരിറ്റിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നത്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ആദ്യം ഞാൻ ഇൻഷോട്ട് ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് സേവ് ചെയ്യാൻ എളുപ്പം ക്യാപ്കട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ക്യാപ്കട്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഫോണ് 40 Pro Max ആണ്. ഇപ്പൊ 70 Pro Max ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഞാൻ ഇങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കണത്. പിന്നെ മന്ത്ലി നല്ല രീതിക്ക് ഒരു ഇൻകം ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ നോക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കേണ്ടി വരും. എന്നാലേ നമുക്ക് നല്ല രീതിക്ക് ഒരു ഇൻകം കിട്ടുള്ളൂ. ചെറിയ രീതിക്കൊക്കെ മതിയെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് തട്ടിക്കൂട്ടി ഇങ്ങനെ മുന്നോട്ട് പോവാം. പക്ഷെ നല്ലൊരു ഇൻകം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടുന്ന ചെയ്യേണ്ടി വരും. കുറച്ച് കൂടുതൽ വീഡിയോസ് ഒക്കെ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻകം കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് യൂട്യൂബ് അഫിലിയേഷൻ ആണ് കേട്ടോ. നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിൾ, മിന്ത്ര ഇതൊന്നൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങണം കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ടാഗ് ചെയ്യാൻ പറ്റും. ആ ടാഗ് പ്രൊഡക്റ്റിൽ നിന്ന് മറ്റുള്ളവർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുമോ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്യാവേ. ബൈ.